ശ്രീമതി ആയിഷ അപ്പോ പോറ്റി, ഞാൻ അങ്ങ് എന്തിനാ യോഗങ്ങളിൽ പോലും പാർട്ടി യോഗങ്ങളിൽ പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ള വാർത്തയുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ അത് വിട്ടുനിന്നത്? മനസ്സുകൊണ്ട് പറ്റാത്തതുകൊണ്ടാണ്. തുറന്നങ്ങ് പറഞ്ഞാൽ അതുകൊണ്ടാണ്. ഞാൻ പിന്നെ എനിക്ക് വയ്യെന്നൊക്കെ കുറച്ചൊരു എന്താ വെച്ചാൽ അങ്ങനെ പാർട്ടി ആരും കുറ്റം പറയണ്ടെന്ന് വെച്ച് സ്വയം ഏറ്റെടുത്തതാ. അതുകൊണ്ട് അതാണ് യാഥാർത്ഥ്യം. ഇപ്പൊ ഈ ഒന്നുകൂടി വിമർശിക്കുന്നവർക്കും അറിയാം. വ്യക്തമായി പറയാമോ ഏത് തരത്തിലുള്ള അവഗണനയാണ്? ഇപ്പോൾ MLA എന്ന നിലയ്ക്ക് പ്രവർത്തിക്കുമ്പോൾ MLAക്ക് കിട്ടുന്ന ഒരു പരിഗണന സ്വാഭാവികമായും MLA അല്ലാതായിരിക്കുമ്പോൾ അതൊരിക്കലും ഉണ്ടാകില്ലല്ലോ. അതാണോ ഒരിക്കലും അതിലപ്പുറമുണ്ടോ? ഉണ്ടാവത്തില്ല. അതിലപ്പുറം എന്തെങ്കിലും? ഒരിക്കലും അത് ഉണ്ടാകണമെന്ന് ഞാൻ പറയുന്നില്ല. ഉണ്ടാകത്തേ ഇല്ല. ഉം, പക്ഷേ ഉം. ഇത്രനാളും വർക്ക് ചെയ്ത് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവന്ന് അതിന്റെ ഒരു ഉദ്ഘാടന ചടങ്ങോ ഒക്കെ വരുമ്പോ ജസ്റ്റ് പഴയ MLA-മാരെ കൂടെ ഒന്ന് പങ്കെടുപ്പിക്കുന്നുണ്ടോ, നോട്ടീസിൽ പേര് വെക്കുന്നുണ്ടോ നഷ്ടമുണ്ടോ? ഞങ്ങൾക്ക് ഇരുന്നപ്പോ അങ്ങനെയായിരുന്നു ചെയ്യുന്നത്. അപ്പൊ ഒരു ചിത്രത്തിലേ ഇല്ലാതെ അങ്ങോട്ട് അവഗണിച്ച് ഞാൻ അങ്ങനെ അവഗണിച്ചു എന്നൊന്നും പറയുന്നില്ല. എന്തുകൊണ്ടോ മിസ്സായി, എനിക്കൊരു സ്പേസ് അവിടെ ഇല്ല. ഉം. അപ്പൊ പാർട്ടിയുടെയൊക്കെ പഴയ രീതികളെല്ലാം മാറിപ്പോയിരിക്കുന്നു ഇപ്പൊ. അതൊരു സത്യമായ കാര്യമാണ്. ഇനി സ്വയം ഞാൻ എന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണെന്ന് നമ്മൾ നോക്കണം. അപ്പൊ ഞാൻ എല്ലാത്തിൽ നിന്നും മാറി ഞാൻ എന്റേതായ പ്രൊഫഷനിലേക്ക് പോയപ്പോൾ എന്നെ നിരവധിയായിട്ടുള്ള ആൾക്കാർ ഡെയിലി എന്ന് പറഞ്ഞ പോലെ അങ്ങനെ ഒതുങ്ങി പോകുന്നതിനേക്കാൾ മനുഷ്യരോടൊപ്പം പ്രവർത്തിക്കണം എന്ന് പറഞ്ഞ് വളരെയധികം എന്നോട് ഒരുപാട് ഉപദേശിച്ചുകൊണ്ടിരുന്നു. അങ്ങനെയാണ് പിന്നെ ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. ആ,